നാമത്തിൽ എന്നെ കാണുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾ, എല്ലാ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ ദൈവത്തിന് നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുത്താണ് കർത്താവിൻ്റെ കരങ്ങളിൽ. കർത്താവിനോട് സംസാരിക്കണമേ. ആഗ്രഹത്തോടെ, വാഞ്ചയോടെ ആര് ദൈവസന്നിധിയിലായിരിക്കുന്നോ അവരോട് ദൈവം സംസാരിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ സമയം നമ്മൾ അല്പസമയം ദൈവത്തെ സ്തുതിക്കുവാനായി പോകുകയാണ്. എന്നോടൊപ്പം നിങ്ങൾ എവിടെയായിരുന്നാലും come on, let's worship God together. അല്പസമയം ചില പാട്ടിൻ്റെ ഈരടികൾ പാടി നമ്മൾ ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കുവാനായി പോകുകയാണ്. അതിനകത്ത് come on. ഒരുമിച്ച് സഹോദരനോട് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എവിടെയായാലും കരങ്ങൾ ഉയർത്തി പാടാൻ പറ്റുമെങ്കിൽ കരങ്ങൾ ഉയർത്തി സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാവിടമേ. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതരാ മഹാകരുണയ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. സ്തുതികൾക്കു യോഗ്യനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. കർത്താതി കർത്താവായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. സ്തുതികൾക്കു യോഗ്യനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. കർത്താതി കർത്താവായി ഇതുപോലൊരു ഭാഗ്യം എന്നേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു
worship your glorious name, Father. Your name is so powerful. Hallelujah. Hallelujah. Oh, hallelujah. 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 In the name of Hallelujah. Amen. 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 So wonderful. എത്ര മനോഹരമായ നിമിഷം. ദൈവത്തെ സ്തുതിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം കേൾക്കാൻ ദൈവം ഒരിക്കലോ അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യമാണ് വെള്ളിയാഴ്ച ഞാൻ എടുത്തത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടണം. Therefore, do not worry about tomorrow. Don't worry എന്ന വിഷയമാണ് വെള്ളിയാഴ്ച എടുത്തത്. എനിക്കറിയാം ആ വാക്കുകൾ അനേകരെ ബലപ്പെടുത്തി, അനേകരെ ശക്തീകരിച്ചു, അനേകരെ ഉത്തേജിപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ വാക്കുകളുടെ പ്രത്യേകത, നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകരുത്, ഞാൻ നിന്റെ ദൈവമാകുന്നു. നോക്ക. ആമേൻ. കർത്താവിന്റെ വചനത്തിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കാൻ തക്ക ബലം തരുന്ന, ശക്തിയേറിയ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും എന്നെയും നിങ്ങളെ പലരെയും നിലനിർത്തുന്ന ദൈവത്തിൻ്റെ വചനമല്ലേ? തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ. കർത്താവിൻ്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. 2020 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ പദങ്ങൾ, പറഞ്ഞ വാക്കുകൾ ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനത്തിന്റെ ശക്തി ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധിയുടെ സമയത്ത്, ദൈവത്തിന്റെ വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തുവാനുള്ള കാരണം അതിന് ഇന്നും ജീവനുള്ളത് കൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ലൈഫ്. ജീവനുള്ളത് കൊണ്ടാണ്. യേശു കർത്താവിൻ്റെ പരീക്ഷ സമയത്ത് കർത്താവ് ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് എന്താണ് പിശാചിനോട് പറഞ്ഞത്? 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവിന് ശാരീരികമായി കർത്താവ് വളരെ ക്ഷീണിതനായിരുന്നു. അത് മുതലെടുക്കാനായിട്ട് സാത്താൻ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നോക്ക്, അങ്ങയുടെ ശരീരം വളരെ ക്ഷീണിതനായിട്ടിരിക്കുന്നു, വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്, അങ്ങ് കൽപ്പിക്കുക, ഈ കല്ലുകളെല്ലാം അപ്പമാകട്ടെ. അപ്പോൾ പിശാചിന്റെ പരീക്ഷകളെ കർത്താവ് ജയിച്ചത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിന് ഏത് വീക്ക്നെസ്സിന്റെ മേൽ നമുക്ക് ജയം തരാൻ പറ്റും. ഒരിക്കലൂടെ ഞാൻ പറയും. Amen. The word of God helps you to overcome every weakness in your life. That's what Jesus told Satan. പിശാചിനോട് യേശു പറഞ്ഞത് ഇതാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വരുന്ന
ദൈവത്തിന്റെ വായിന്ന് വരുന്ന വചനം കൊണ്ട് മാത്രം ജീവിക്കുന്നത്. Man does not live by food alone. Amen. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. സാത്താൻ ചിന്തിച്ചു, ആഹാരം കിട്ടാതിരുന്നാൽ കർത്താവ് തളർന്നു പോയി, ക്ഷീണിച്ചു പോയി. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിനെ നിലനിർത്തുന്നത് ലോകത്തിന്റെ സാഹചര്യങ്ങളല്ല. ഒരു ദൈവ പൈതലിനെ നിലനിർത്തുന്നത് തിരുവചനമാണ്. ഒരിക്കലൂടെ ഞാൻ പറയാം, മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആമേൻ. പിശാച് പറഞ്ഞു, അതുകൊണ്ട് അങ്ങയുടെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു, അങ്ങക്ക് വിശപ്പുണ്ടെന്നറിയാം, ദാഹമുണ്ടെന്നറിയാം, ഈ കല്ലുകളുടെ അപ്പം ആകാൻ പറ. ആ കല്ലുകൾ എവിടുത്തെ? ഭൂമിയിലെയാ. പ്രൈസ് ഗാഡ്. കർത്താവ് പറഞ്ഞു, ഈ ഭൂമി കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യന് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനങ്ങൾ എത്ര ആവശ്യം. ആമേൻ. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഇത് നമ്മൾ നോക്കുമ്പോൾ രാവിലത്തെയും ന്യൂസ് നമ്മൾ കേട്ടാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ കേട്ടാൽ, ഇന്ന് രാവിലത്തെ പത്രങ്ങൾ വായിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ കയറിയാൽ മൊത്തം നമ്മളെ തകർക്കുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, മനുഷ്യന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിക്കുന്ന, എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടത്തക്ക നിലയിലുള്ള വാർത്തകളല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മനുഷ്യനെ തകർക്കുന്ന പ്രതീക്ഷകളെ, ഇപ്പൊ എന്തോ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യത്തക്ക നിലയിലുള്ള വാർത്തകളാണ് നമ്മൾ. മാനവരാശിയുടെ നിലനിൽപ്പിനെ പോലും ഭാരപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന, നിലനിൽപ്പിന് പോലും തടസ്സമായി നിൽക്കുക, അല്ലെങ്കിൽ ഭാരം കൊണ്ടുവരുന്ന വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. But I will tell you one thing. Amen. ഇന്ന് പകൽ യേശു പറഞ്ഞ വാക്കിൽ നമ്മൾ നിൽക്കണം. We don't live by what we see around us, but we live with the word of God. ഞങ്ങളുടെ ചുറ്റും കാണുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ചുറ്റും കാണുന്ന സാഹചര്യങ്ങളല്ല ഞങ്ങളെ നിലനിർത്തുന്നത്. ചുറ്റും ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളതല്ല ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തിന്റെ തിരുവചനത്തിൽ അത്രയും ഞങ്ങൾ നിലനിൽക്കുന്നത്. എത്രക്ക് സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ. I live by feeding on the word. ദിവസങ്ങളിൽ നമ്മൾ ഭൗതിക ആഹാരം നമുക്ക് ആവശ്യമാണ്, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അതിലുപരിയായിട്ട് ഓർക്കുക, നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ, നമ്മളെ നിലനിർത്തുവാൻ, നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ നിലനിർത്തുന്ന, ആമേൻ. ഒരു മനുഷ്യന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയാൽ അവനവിടെ തീരുകയാണ്, അവൻ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്, ഇല്ലേ? ഓരോ ദിവസവും നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളല്ലേ മനുഷ്യരെ മുന്നോട്ട് നടത്തുന്നത്. Am I right? അല്ലേ? നാളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഓരോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. നാളെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ അവിടെ കൊണ്ട് തീരുകയാണ്. ഇതെന്തുകൊണ്ടാണ് പല മനുഷ്യരും ആത്മഹത്യ ചെയ്യുന്നത്? കാരണം നാളെക്കുറിച്ചുള്ള പ്രതീക്ഷ എപ്പോൾ നഷ്ടപ്പെടുന്നോ അവിടെ അവൻ മരിക്കാൻ തീരുമാനിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ നാളെ ഒന്നും കാണാനില്ല, നാളെ ഒരു വിടുതൽ കാണാനില്ല, നാളെ ഒരു അനുഗ്രഹം കാണാനില്ല, നാളെ അല്ലെങ്കിൽ അവൻ ചിന്തിക്കുമ്പോൾ നാളെ നല്ലതെന്ന് പറയാൻ അവൻ്റെ ജീവിതത്തിൽ അവനൊന്നും കാണുന്നില്ല. നാളത്തെക്കുറിച്ചുള്ള ഭയമാണ് പലപ്പോഴും ഒരു മനുഷ്യനെ ആത്മഹത്യത്തിലേക്ക് നയിക്കുന്നത്. അവൻ്റെ ജീവിതം നശിപ്പിക്കുവാൻ അവൻ ഒരുങ്ങുന്നത് നാളെക്കുറിച്ചുള്ള ഭയമാണ്. ഇവിടെയാണ് ദൈവവചനത്തിൻ്റെ പ്രസക്തി. ദൈവവചനം എപ്പോഴും നാളെ നമുക്ക് ഹോപ്പ് തരുന്നതാണ്. ഇന്നും നാളെയും
ശ്രദ്ധിക്കേ, യേശു കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനിയൻ. പ്രൈസ് ഗോഡ്. നാളെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന അനവധി ആളുകളെ നമ്മുടെ ചുറ്റും കാണും. പക്ഷേ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവനും പറയും, നാളെ എനിക്ക് പ്രതീക്ഷയുണ്ട്. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രതീക്ഷകൾ ഇന്നും കൊണ്ട് അസ്തമിക്കുന്നില്ല. എനിക്ക് നാളെയും ചിലത് പ്രതീക്ഷിക്കാനുണ്ട്. നാളത്തെ ചില വിഷയത്തിൽ എനിക്ക് പ്രതീക്ഷകളുണ്ട്. നാളെ ഞാൻ അത്ഭുതം കാണും. നാളെ ഞാൻ ദൈവപ്രവൃത്തി കാണും. നാളെ ഞാൻ സൗഖ്യത്തിൽ നടക്കും. നാളെ ഞാൻ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കും. കാര്യങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാണ്. ആമേൻ. എത്രക്ക് സന്തോഷമുണ്ട്. ഇപ്പം എനിക്ക് നിങ്ങൾക്ക് നമുക്ക് ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ നിലനിൽപ്പ് ദൈവവചനത്തിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിൽ എൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ആഹാരം കഴിക്കുന്നു. പക്ഷെ ഈ ഭൂമിയിൽ എൻ്റെ ശരീരത്തിന് നിലനിൽപ്പിൻ്റെ ആഹാരം മാത്രമല്ല, ദൈവികമായൊരു ബന്ധം കൂടെ ആ നിലനിൽപ്പിന് വലിയൊരു ഭാഗമാണ്. ദൈവത്തെ കൂടാതെ എനിക്ക് ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ കൂടാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ദൈവമില്ലായിരുന്നെങ്കിൽ, ഇന്നലെ ഞാൻ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ടൊരു പാട്ടിൻ്റെ വരികൾ, അത് ദൈവമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ പട്ടുപോയേനെ എന്നൊരു പാട്ടിൻ്റെ വരികൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, കർത്താവേ, അങ്ങില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ തീർന്നേനെ, ഞാൻ എന്നെ പട്ടുപോയേനെ, ഞാൻ എന്നെ നശിച്ചു പോയേനെ. അല്ലേ? സൈഡിൽ നിൽക്കുന്ന പല സഹോദരങ്ങൾ അവരുടെ ലൈഫിലേക്ക് നോക്കിയാൽ എനിക്കത് കാണാനായിട്ട് സാധിക്കും. മക്കളെ, ദൈവമില്ലായിരുന്നെങ്കിൽ, യേശുവില്ലായിരുന്നെങ്കിൽ, യേശുവിൻ്റെ സ്നേഹമില്ലായിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയില്ലായിരുന്നെങ്കിൽ എന്നെ നശിച്ചു പോയേനെ, എന്നെ പട്ടുപോയേനെ, എന്നെ തീർന്നു പോയേനെ. പ്രൈസ് ഗോഡ്. ഇനി മുന്നോട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ നയിക്കണം. പ്രൈസ് ഗോഡ്. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവ മക്കൾക്ക് ആശ്രയിക്കാനുള്ള ദൈവവചനമാണ്. സോ കൂടുതൽ ദൈവവചനം വായിക്കുവാൻ ഈ ദിവസങ്ങളിൽ സമയം കണ്ടെത്തണം. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ഈ സമയം കണ്ടെത്തണം. ഈ ലോക്ക്ഡൗണും ഈ നിയന്ത്രണങ്ങളെല്ലാം ഒരു അനുഗ്രഹമാക്കി നമുക്ക് മാറ്റണം. ആമേൻ. അതിനൊരു ഒരു ഭാരമായി കാണരുത്. ഇതിന്റെ പ്രതിസന്ധികൾ ഇങ്ങനെ ഉയർന്ന് കേട്ടപ്പോൾ എൻ്റെ അകത്ത് ആദ്യമേ ഒരു ഭാരമുണ്ടായെങ്കിലും പെട്ടെന്ന് ഞാൻ എന്നെ ബലപ്പെടുത്തിയത് ഇതാണ്: I should never waste this time. ഇത് ദൈവം ഒരുക്കുന്ന ഒരു സമയമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയൊരു ഉണർവുണ്ടാകാൻ പോവുകയാണ്. Praise God. ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്തൊരു റിവൈവൽ, ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്തൊരു ഉണർവ് ലോകത്ത് വീശാൻ പോവുകയാണ്. അന്ത്യകാലത്ത് ഉണർവെന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉണർവുണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ പല രാജ്യങ്ങൾ ഉണർവുണ്ടായിട്ടുണ്ട്. അസുസായിൽ ഒരിക്കലും ഉണർവുണ്ടായി, പെൻസിക്കോളയിൽ ഉണർവുണ്ടായി, വെയിൽസിൽ ഉണർവുണ്ടായി, നമ്മൾ കേട്ടിട്ടുണ്ട്. ഉണർവ് പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതുപോലൊരു ഉണർവല്ല, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വലിയൊരു ആത്മീയ ഉണർവ് ലോകം മുഴുവനായി സംഭവിക്കാൻ പോകുകയാണ്. അതിൻ്റെ ഒരു ആരംഭത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ
Praise God. ലെസ്റ്റർ സാമ്രാലിനോട് സ്മിത്ത് വിംഗിൾസ്വർത്ത് ഇപ്രകാരം പറഞ്ഞു, ആ ഉണർവിൽ കൃപാവരങ്ങൾ വളരെ ശക്തമായി ജ്വലിക്കപ്പെടുവാനിടയായി തീരും. ആമേൻ. യോവേലിൽ പറയുന്നത് ആ ഒരു ഉണർവാണ്. സകല ജഡത്തിനു മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ശകലമല്ല എന്നല്ല, ചെറിയ കൂട്ടത്തിന് മേലെന്നല്ല, ചെറിയൊരു ഗ്രൂപ്പിന്റെ മേലെന്നല്ല, എവ്രിവൺ. ആമേൻ. ഓൾ ഫ്ലഷ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സകല ജഡത്തിനുമേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. മാത്രമല്ല, പിന്നെ കാണുന്നത് കൃപാവരങ്ങളുടെ ജ്വലനമാണ്. നിങ്ങളുടെ പുത്രന്മാര് പുത്രിമാർ ഒരു സ്വപ്നങ്ങളെ കാണും, യൗവനക്കാർ ദർശനം കാണും. ഇങ്ങനെ കൃപാവരങ്ങളുടെ ജ്വലനം. ചില ദാസിദാസന്മാർ പ്രവചിച്ചു തുടങ്ങും. They will begin to prophesy. ആമേൻ. So കൃപാവരങ്ങളുടെ ശക്തമായൊരു ജ്വലനം ഈ അന്ത്യകാലത്ത് ഉണർവിൽ കാണും. മാത്രമല്ല, അവസാനം തൻ എടുത്തു പറഞ്ഞ പോയിന്റ്, ആശുപത്രികൾ കാലിയാകും. ഹോസ്പിറ്റൽസ് വിൽ ബി എംപ്റ്റീഡ്. കാരണം രോഗികളെ സഭയിലേക്ക് കൊണ്ടുവരും. ചർച്ചുകൾ ഹീലിംഗ് സെന്റേഴ്സ് ആയി മാറും. ആമേൻ. ഇന്ന് ആശുപത്രികളിൽ രോഗികളെ കിടത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. അഡ്മിറ്റ് ചെയ്യുന്നില്ല, പലയിടങ്ങളിലും ബെഡുകളില്ല, ഡോക്ടേഴ്സ് കുറവ്, നഴ്സുമാരില്ല. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന പല സ്റ്റേറ്റുകളിലും ആളുകൾ വലയുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു പിതാവ് 14 ആശുപത്രികളിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടും ഒരു ആശുപത്രി പോലും അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം അവിടെ ബെഡില്ല, ഡോക്ടറില്ല, നഴ്സില്ല, പേഷ്യൻസ് അധികമാണ്, കൂടുതലാണ്. അവസാനം അഡ്മിറ്റ് ചെയ്തത് 15ാമത്തെ ആശുപത്രിയിലാണ്. അതേ സ്റ്റേറ്റിലാന്ന് തോന്നുന്നു ഒരു പെൺകുട്ടിയെ, ചെറുപ്പക്കാരി, ഏതാണ്ട് 23-24 വയസ്സുള്ള ഒരു കുട്ടി, അവൾക്കൊരു ചെറിയ ശ്വാസമുട്ടൽ പോലെ തോന്നി. ഏതാണ്ട് 4 ആശുപത്രിയിൽ കൊണ്ടുപോയി, അവരെടുത്തില്ല. 5ാമത്തെ ദിവസം പ്രതീക്ഷയോടെ കൊണ്ടുപോയി, അവരും അവിടെ എടുത്തില്ല. അവസാനം 6ാമത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ മരിച്ചുപോയി. കാരണം ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവസാനത്തെ ഉണർവിൽ എത്ര ഇത് വിശ്വസിക്കുന്നുണ്ട്? എത്ര ആമേൻ പറയും? ഹോസ്പിറ്റൽ കാലിയാകും. കാരണം ജനത്തിന് മനസ്സിലാകും, ലോകത്തിന് മനസ്സിലാകും, ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം, ഞങ്ങളുടെ രോഗത്തിന്റെ സൗഖ്യം മെഡിക്കൽ സയൻസിന്റെ കയ്യിലല്ല. ആമേൻ. ഈ ലോകത്തിലെ ഒരു തത്വത്തിന്റെയും അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രത്തിന്റെ കയ്യിലല്ല. ഈ ലോകത്തൊരു മനുഷ്യന്റെ കയ്യിലല്ല. ആമേൻ. ആസ്ട്രോളജിയുടെ കയ്യിലല്ല, ജ്യോതിഷത്തിന്റെ കയ്യിലല്ല, ഭാവി പറയുന്നവരുടെ കയ്യിലല്ല. ആമേൻ. ഞങ്ങളുടെ വിടുതല, ഞങ്ങളുടെ സൗഖ്യം യേശു ക്രിസ്തുവിന്റെ പക്കലാണ്. So they will turn towards the church. അതുകൊണ്ട് അവർ സഭയിലേക്ക് വരാൻ പോവുകയാണ്. ഒരു ഹീലിംഗിന് വേണ്ടി, ഡെലിവറൻസിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. സോ ഈ ദിവസങ്ങളിൽ നിങ്ങളെ പലരെയും ദൈവം ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡോണ്ട് വേസ്റ്റ് ദീസ് ഡേയ്സ്. ഈ സമയങ്ങൾ വൃഥാവായി കളയരുത്. ഈ സമയങ്ങൾ ന്യൂസ് കാണുന്നത് ഞാൻ എതിരല്ല, ഞാനും ഇടയ്ക്കൊക്കെ ന്യൂസ് കാണാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, 24 മണിക്കൂർ ഇരുന്ന് ന്യൂസ് കണ്ട് BP കൂട്ടരുത്. അത്യാവശ്യം നോക്കുക, ബാക്കി സമയം പ്രാർത്ഥനയിലിരിക്കുക, ദൈവവചന പഠനത്തിന് വേണ്ടി മാറിയിരിക്കുക, ദൈവവചനം വായിക്കുക, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് കടന്നു വരിക. Praise God. കർത്താവ് നിന്നെ ഈ ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. How many of you are willing to be prepared by the Holy Spirit these days? ദൈവാത്മാവിനാൽ ഒന്ന് ഒരുക്കപ്പെടണമെന്ന് കൊതിയുള്ള എത്ര പേരുണ്ട് ഈ ദിവസങ്ങളിൽ? ദൈവാത്മാവിനാൽ ഒരുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഇന്ന് പകൽ
എന്നെ കേൾക്കുന്നുണ്ട്. ഐ സീ ഗാഡ് ഈസ് പ്രിപ്പയറിംഗ് സംവൺ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരും ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ഒരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗോഡ് വാണ്ട്സ് ടു ബിൽഡ് യു അപ്പ്. ദൈവം നിന്നെ പണിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ഒരുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ഒരു യോദ്ധാവിനെ പോലെ ഒരു പട്ടാളക്കാരൻ യോദ്ധാവ് പെട്ടെന്ന് അവൻ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങത്തില്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരു ട്രെയിനിങ് പീരീഡിലൂടെ അവൻ കടന്നു പോകുക. ഒരു ട്രെയിനിങ് പീരീഡിലൂടെ അവൻ കടന്നു പോകുന്നത് പോലെ പരിശുദ്ധാത്മാവോട് പറയുന്നു, എന്നെ കേൾക്കുന്ന പലരെയും ചില ട്രെയിനിങ് പീരീഡിലൂടെ ദൈവം കടത്തിവിടാൻ പോകുകയാണ്. Amen. God, the Holy Spirit wants to train you. Holy Spirit നെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കാൻ ആഗ്രഹമുണ്ട്. ആമേൻ. വലിയൊരു ഉണർവിന്റെ മുന്നിൽ നിങ്ങളെ നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. വീണ്ടും ഞാൻ പറയട്ടെ, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഒന്നിനെ ഓർത്ത് ആകുലപ്പെടണ്ട, ഒന്നിനെ ഓർത്ത് ഭാരപ്പെടണ്ട. പ്രൈസ് ഗോഡ്. ആ ഭാഗം ഒന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്രകാരം ആ ഭാഗത്തോട്ട് വന്നല്ലോ, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപേ അവന് വേണ്ട സകലതും കർത്താവ് സൃഷ്ടിച്ചിരുന്നു, അല്ലേ? ദൈവം തന്നെ അവിടെ മരങ്ങളെ സൃഷ്ടിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കുവാനുള്ള അവസരം മനുഷ്യന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അത് ആ തോട്ടത്തെ കാവൽ ചെയ്യുക, അതിനെ വൃത്തിയായി സൂക്ഷിക്കുക, അതായിരുന്നു മനുഷ്യന്റെ ജോലി. അല്ലാതെ ഭൂമി കിളച്ച് ഒരു വൃക്ഷം നട്ട് അതിനെ കിളിപ്പിച്ചതിന്റെ ഫലം അനുഭവിക്കുവാനല്ല ദൈവം അവനെ അവിടെ ആക്കിയത്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ നന്മ അനുഭവിക്കുവാൻ, ദൈവം സൃഷ്ടിച്ചത് അനുഭവിക്കുവാൻ, ആ ബ്ലെസ്സിങ്സ് ഒക്കെ അനുഭവിക്കുവാനാണ് ദൈവം മനുഷ്യനെ ഇവിടെ ആക്കിയത്. ബട്ട് അവൻ പാപം ചെയ്തു. അവനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൻ സ്വയമായി ഭൂമിയിൽ കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. സ്വയമായി അവൻ കിളക്കേണ്ടതായിട്ട് വന്നു, അധ്വാനിക്കേണ്ടതായിട്ട് വന്നു, കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. അവന് ഭക്ഷണം വേണമെങ്കിൽ, ഉപജീവിക്കണമെങ്കിൽ, കഴിക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് അവൻ അധ്വാനിച്ച് അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നോക്ക്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ട്. മറ്റിടത്ത് he had the provision of God in plenty. ധാരാളമായി ദൈവത്തിന്റെ പ്രൊവിഷൻസ് അവിടെ ഉണ്ടായിരുന്നു, ധാരാളമായി. ഒന്നിനെ കുറിച്ച് അവന് വറി ചെയ്യേണ്ടായിരുന്നു, ഒന്നിനെ കുറിച്ച് അവൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാം ദൈവം തക്ക സമയത്ത് അവന് വേണ്ടി ഒരുക്കി. എന്നാൽ ഏതിൽ നിന്ന് പുറത്തുപോയവൻ കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. എന്നാൽ പുതിയ നിയമ വെളിപ്പാടിലേക്ക് വരുമ്പോൾ ദൈവരാജ്യം ഈ ഏതനുമായി നമുക്ക് താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇപ്രകാരം, യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞു, ആമേൻ, എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ഇതിനെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണമല്ലേ? ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മുന്നമേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും. ആമേൻ. ഇപ്പം ദൈവരാജ്യം എന്ന വിഷയം ഞാൻ അല്പമായിട്ട് തൊട്ടു. അതൊരു പൊസിഷനാണ് ദൈവത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ആമേൻ. ഒരു സ്ഥാനമാണത്, ഒരു പൊസിഷനാണത്. സ്പിരിച്വാലിറ്റിയിൽ റെലമാണ്, ആത്മാവിലുള്ളൊരു തലമാണത്. ആ തലത്തിലേക്ക് നീ കയറി കഴിയുമ്പോൾ, അവിടെ നീ വന്നു കഴിയുമ്പോൾ, ആ പൊസിഷനിൽ നീ എത്തിക്കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, പ്രൈസ് ഗോഡ്, ഞാൻ നിനക്ക് വേണ്ടി കരുതും, നീ ഒന്നിനെ ഓർത്ത് ഭാരപ്പെടണം. ആമേൻ. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2-3 ഉദാഹരണങ്ങൾ എന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവരാജ്യം, യേശു എവിടെയുണ്ടോ അവിടെ ദൈവരാജ്യമുണ്ട്.
ലൂക്കോസ് 5 യേശു ഗലീലായുടെ തീരത്ത് വരികയാണ്. അവിടെ ഒരു മനുഷ്യൻ രാപ്പകൽ കഷ്ടപ്പെടുകയാണ്. രാപ്പകൽ. വാവ്. ശംബംബ കൗശൗദേ. He toiled the whole night, but he didn't have a small fish. അവൻ രാത്രി മൊത്തം കഷ്ടപ്പെട്ടിട്ട് ആ മുക്കുവൻ ഒരു ചെറിയ മീനെ പോലും കിട്ടിയില്ല. അവന്റെ പേരാണ് പത്രോസ്. നമുക്കറിയാം, ഒരു ചെറിയ മീനെ പോലും പത്രോസിന് കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ വല കഴുകിക്കൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി വിശ്രമിക്കുവാൻ. അപ്പോഴാണ് ഏകദേശം 30 വയസ്സുകാരനായ, 30 വയസ്സിലധികം പ്രായമുള്ള ഒരു യുവനക്കാരൻ അവൻ്റെ പടകിൻ്റെ അരികിൽ വന്നിട്ട് അവൻ്റെ പടക് കടം ചോദിക്കുക. Praise God. Praise God. പത്രോസിന്റെ ഒരു ഭാഗ്യവേ, ഒന്നും ചിന്തിച്ചില്ല. യേശുവിനെ പടകിൽ കയറ്റി കടലിലേക്ക് അല്പമായി മുന്നോട്ട് നീങ്ങി, കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. യേശു പടകിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതിന് ശേഷം പത്രോസിനെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് പറയുക, വലയിറക്കി കാസ്റ്റ് യുവർ നെറ്റ്, വലയിറക്കുക. പത്രോസ് ആദ്യം ഒരു അമ്പരന്നു, ഞെട്ടിപ്പോയി. കാരണം ആ വാക്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പത്രോസ് പറയുകയാണ്, കഴിഞ്ഞ രാത്രി മൊത്തം ഞാൻ വലയിറക്കിയിട്ട് ഒരു ചെറിയ മീനെ കിട്ടിയില്ല, ഒരു പൊടി മീനെ പോലും കിട്ടിയില്ല, ഒരു ചെറിയ മീനെ കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞ വാക്ക് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുകയാണ്, യേശുവിനെ അനുസരിക്കുവാൻ ആര് തയ്യാറാണ്? ദൈവവചനത്തെ ആരനുസരിക്കാൻ തയ്യാറാണ്? നിങ്ങൾ ചില സൂപ്പർ നാച്ചുറൽ മിറക്കിൾ കാണാൻ പോവുകയാണ്. സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. Wow, how many of you believing it? Amen. കഴിഞ്ഞ രാത്രിയിൽ അവൻ അവൻ ഒത്തിരി കഷ്ടപ്പെട്ടു. രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു. പക്ഷെ അവന്റെ പ്രതീക്ഷകൾക്ക് ഒത്തതായി ഒന്നും ലഭിച്ചില്ല. അവൻ ആഗ്രഹിച്ചതൊന്നും അവന്റെ കയ്യിൽ വന്നില്ല. അവൻ ചിന്തിച്ചതൊന്നും അവന് നേടാൻ പറ്റിയില്ല. പക്ഷെ യേശുവിന്റെ സാന്നിധ്യം, ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്തോണേ. ചില പ്രൊഫറ്റിക്കൽ വേർഡുകൾ, ചില ദൈവിക ആലോചനകൾ ഈ സമയം ദൈവം നിന്നെ അറിയിക്കുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്കാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ സ്വയം ഒത്തിരി അധ്വാനിച്ചു. ഒരല്പം മത്സ്യത്തെ നേടാനുള്ള സകല മാർഗങ്ങളും അവൻ നോക്കി. പക്ഷെ എല്ലായിടത്തും അവൻ പരാജയപ്പെട്ടു, എല്ലായിടത്തും അവൻ തകർന്നു. ഒരിടത്തൊന്നും അവൻ ഒന്നും ലഭിച്ചില്ല. അവന്റെ വഴികൾ പരാജയപ്പെട്ടു, അവന്റെ പ്രയത്നം പരാജയപ്പെട്ടു, അവന്റെ പ്ലാനുകൾ പരാജയപ്പെട്ടു. ഇന്ന് പകൽ സ്തോത്രം, സ്വയം പ്രയത്നങ്ങളെല്ലാം പരാജയപ്പെട്ട ആരോ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്വയമായി നീ അധ്വാനിച്ചു, പക്ഷെ അധ്വാനമെല്ലാം പരാജയപ്പെട്ടു. നിന്റെ പ്രയത്നങ്ങളെല്ലാം പരാജയപ്പെട്ടു. ആമേൻ. നിന്റെ അധ്വാനമെല്ലാം പരാജയപ്പെട്ടു. നിന്റെ പ്ലാനുകളും പദ്ധതികളെല്ലാം പരാജയപ്പെട്ടു. എങ്കിലും ഇന്ന് പകൽ പറയട്ടെ, നീ പരാജയപ്പെട്ടാലും നിന്റെ കൂടെയുള്ള കർത്താവ് പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു പരാജയപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ. പ്രൈസ് ഗോഡ്. പത്രോസേ, നിന്റെ ജീവിതം പരാജയമാ. പക്ഷെ നീ പടകിലേക്ക് സ്വീകരിച്ച യേശു ഉണ്ടല്ലോ, ആ യേശു പരാജിതനല്ല. വാവ്, എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചേക്കാം, നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം, കർത്താവേ ഞാൻ പരാജിതനാ. എങ്കിലും ധൈര്യമായിട്ടിരിക്കുക. നീ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച കർത്താവ്, നീ പടകിലേക്ക് സ്വീകരിച്ച ദൈവം, നീ വീട്ടിലേക്ക് സ്വീകരിച്ച കർത്താവ് ഉണ്ടല്ലോ, അവൻ പരാജിതനല്ല. Praise God.
പത്രോസിന്റെ പടകിലേക്ക് നോക്കാം. രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന്, രാത്രി മുതൽ അധ്വാനിച്ചിട്ട് പരാജിതനായി നിരാശയോടിരിക്കുന്ന ഒരു മുക്കുവനായ പത്രോസ്. ആമേൻ. ഇത്രക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. മറ്റത്, സകലത്തെ സൃഷ്ടിച്ച ദൈവം, ഒന്നുമില്ലായ്മയിൽ ഒറ്റ വാക്കിനാൽ സകലത്തെ സൃഷ്ടിച്ചവൻ, ലോകമോ അവൻ മുഖാന്തരം ഉളവായി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ, അവൻ മുഖാന്തരം, യേശു മുഖാന്തരമാ സകലത ഉളവായത്. സകലത ഉളവായവൻ ആ പടകിലുണ്ട്. വാവ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. മറ്റൊന്നുമല്ല, കർത്താവിനോട് പറയാ, ഹല്ലേലൂയ, പത്രോസേ, നീ രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടു. ഇന്നലത്തെ നിന്റെ പരാജയങ്ങൾക്കൊരു അവസാനമായി, ഇന്നലത്തെ നിന്റെ ബലഹീനതകൾക്കൊരു അവസാനമായി, ഇന്നലത്തെ നിന്റെ കുറവുകൾക്കൊരു അവസാനമായി. ഇതാ ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തൊരു കൊയ്ത്ത്, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ, ഇന്ന് വരെ നീ കേട്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ, ഓ നീ കാണാൻ പോകുകയാണ്. നീ കാണാൻ പോവുക, നീ കാണാൻ പോവുകയാണ്. പ്രൈസ് ഗാഡ്. ജീവിതത്തിൽ ഇന്നലെ വരെ പുള്ളിക്ക് പരാജയത്തിന്റെ ചരിത്രമേ ഉള്ളൂ, പരാജയത്തിന്റെ കഥയെ പറയാനുള്ളൂ. പക്ഷേ അവനൊരു പ്രത്യേകതയുണ്ട്. യേശു പറഞ്ഞത് അവൻ അതുപോലെ അനുസരിക്കാൻ തയ്യാറായി. അവനതിൽ സംശയിച്ചില്ല. അവൻ വേറെ ന്യായീകരണങ്ങളൊന്നും പറയാൻ ശ്രമിച്ചില്ല. What Jesus told you, obeyed. അവിടെയാണ് വിടുതൽ നടക്കുന്നത്. കർത്താവ് എന്തു പറഞ്ഞു, അവൻ അത് അനുസരിക്കാൻ തയ്യാറായി. കർത്താവ് പറഞ്ഞു, മോനെ പത്രോസേ, നീ ആഴത്തിലേക്ക് വലയിറക്കുക. അവൻ ആഴത്തിലേക്ക് വലയിറക്കി കഴിഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഇന്നുവരെ ഗലീല ചരിത്രത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ചാകര. അത്രക്ക് സന്തോഷമുണ്ട്. ആരും കണ്ടിട്ടില്ലാത്ത ഒരു ചാകര. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. വലിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായത്, God is great, God is great, God is great. ഈ കാലഘട്ടത്തിൽ പ്രൈസ് ഗാഡ്, പലരും ശൂന്യമാകുമ്പോൾ നിന്റെ പടക് നിറയാൻ പോയ പല പടകളും ശൂന്യമാകും. പക്ഷെ നിന്റെ പടക് ശൂന്യമാകത്തില്ല. പലരും പരാജയപ്പെടും, പക്ഷെ നീ പരാജയപ്പെടത്തില്ല. പലരും തലകുനിക്കും, പക്ഷെ നിന്റെ തല എപ്പോഴും ഉയർന്നിരിക്കും. എത്രക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽ, എത്രക്ക് സന്തോഷമുണ്ട്. ആമേൻ. ഇന്ന് ലോകത്തിൽ ആശ്രയിക്കുന്ന പലരും ശൂന്യതയിലേക്ക് പോകും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ആശ്രയിക്കുന്ന പല ആളുകളും ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി വ്യക്തികൾ ഇന്ന് ആത്മീയതയുടെ വക്കിൽ നിൽക്കുകയാണ്. ഒത്തിരി ബിസിനസ്സുകൾ അടച്ചുപൂട്ടി, ഒത്തിരി പ്രസ്ഥാനങ്ങൾ തകർന്നു പോയി, ഒത്തിരി പേരുടെ പ്ലാനുകളും പദ്ധതികളെല്ലാം തകർന്നു പോയി. പക്ഷേ ഹല്ലേലൂയ, പത്രോസേ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്നുവരെ നിന്റെ ചുറ്റുമുള്ളവര് ആ ദേശം കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു അനുഗ്രഹം ഇതാ നിന്റെ പടകിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? എത്ര പേര് പറയും ഇതെന്റെ കൊയ്ത്തിന്റെ നാളുകളാണ്? എല്ലാവരും പറയും എൻ്റെ കൊയ്ത്തിൻ്റെ നാളുകളാണ്, എൻ്റെ കൊയ്ത്തിൻ്റെ നാളുകളാണ്, എൻ്റെ കൊയ്ത്തിൻ്റെ നാളുകളാണ്. പത്രോസിനെ പോലെ കഴിഞ്ഞ രാത്രിയിൽ വലയിറക്കിയിട്ടും ഒന്നും കിട്ടാതെ ശൂന്യമായി വേറൊരു പടകൻ നമുക്ക് കാണാൻ സാധിക്കും. സെബദിയുടെ പടകൻ. ആ പടകം ഇതുപോലെ രാത്രിയിൽ പോയതാ. അവരും രാത്രി അധ്വാനിച്ചു ഒത്തിരി, പക്ഷേ അവരുടെ പടകും ശൂന്യമായി കിടക്കുക. എന്നാൽ കൃപയാൽ
ദൈവത്തിന് ഇടിമക്കളെ കുറിച്ച്, സെബദി മക്കളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ, പത്രോസിനെ അനുഗ്രഹിച്ചപ്പോൾ ദൈവം അവരുടെ പടകുകളെ നിറച്ചു. ആമേൻ. ഒരുവന്റെ അനുസരണം തന്റെ സ്നേഹിതന്മാരെ കുറിച്ച് കർത്താവ് അങ്ങ് ബ്ലെസ് ചെയ്തു. എത്രയൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്? പത്രോസിന്റെ പടക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് തന്റെ സ്നേഹിതന്മാരെ വിളിച്ചു, അവരുടെ പടകും വിളിച്ചു, അതിനെ നിറച്ചു ദൈവം. ആമേൻ. ഒരുവൻ ദൈവത്തെ അനുസരിക്കുമ്പോൾ അവനിലൂടെ അനേകര് അനുഗ്രഹിക്കപ്പെടും. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോ ചില വ്യക്തികൾ, ദൈവം നിന്റെ സ്ഥിതി മാറ്റുക മാത്രമല്ല, നിന്നിലൂടെ അനേകരുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോയാ. എത്ര പേര് ഇന്ന് പകൽ ആമേൻ പറയാ? നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ജോസഫിലൂടെ അവൻ്റെ അപ്പൻ യാക്കോബ്, അവൻ്റെ മറ്റ് സഹോദരങ്ങൾ, കുടുംബങ്ങൾ എല്ലാം രക്ഷപ്പെട്ടതുപോലെ തന്നെ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ തന്നെ നിന്നിലൂടെ കമോൺ 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 നമ്മൾ ആരാധിക്കാനായിട്ട് തുടങ്ങുക, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. നിന്നിലൂടെ അനേക കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുക, അനേക വ്യക്തികൾ രക്ഷപ്പെടാൻ പോകുക, അനേക പടകൾ നിറയാൻ പോകുക. ഹല്ലേലൂയ. ആയിരക്കണക്കിന് പടകുകൾ ആ ഗലീലയിലുണ്ട്. പല പടകളും ശൂന്യമായി കിടക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ച പടക് ശൂന്യത കണ്ടില്ല. ദൈവ പടകിനെ നിറച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ലോകം പലതും പറയും, മീഡിയ സെന്റേഴ്സ് പലതും വിളിച്ചു പറയും, മാധ്യമങ്ങൾ പലതും വിളിച്ചു പറയും. ബട്ട് ഞാനൊരു കാര്യം പറയാം, യേശുവുള്ള പടകളിൽ ശൂന്യതയില്ല. വലിയൊരു നിറവ് ഞാൻ കാണുന്നുണ്ട്, വലിയൊരു നിറവ്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. How many of you want to see that abundance these days? എത്ര പേർക്ക് ആ നിറവ് കാണാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ഈ ദിവസങ്ങളിൽ പലരും എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നു, പാസ്റ്ററേ എന്ത് ചെയ്യും? We don't know, but I will tell you one thing. I know what to do. ലോകത്തിന് അറിയത്തില്ല എന്ത് ചെയ്യണം, പക്ഷെ നമുക്കറിയാം എന്ത് ചെയ്യണം. Praise God. കർത്താവിന്റെ ആത്മാവിനോട് ഇപ്രകാരം പറയുന്നു, പലരും വലകൾ മടക്കി കയറി, പക്ഷെ നീ വല ഇറക്കാൻ പോവാ. പലരും മടുത്ത് പിൻവാങ്ങി, പലരും സുല്ലിട്ട്, പലരും ഫുൾ സ്റ്റോപ്പ് ഇട്ട്, പലരും പിൻവാങ്ങി, പലരും കെട്ടും കെട്ടിപ്പോയി. പക്ഷേ ആമേൻ, നീ തുടങ്ങാൻ പോകുക, നീ വല ഇറക്കാൻ പോകുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കൊയ്ത്ത് ആരംഭിക്കാൻ പോകുക. Come on, let's worship together. ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇതാ കൊയ്ത്തിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോകുകയാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു നിറവ്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു കൊയ്ത്ത്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു വർധനവ്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സമൃദ്ധി. ഇതാ അത് ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ, അത് പിടിച്ചെടുക്കാൻ തയ്യാറായിക്കോ, അത് ഉൾക്കൊള്ളാൻ തയ്യാറായിക്കോ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രൊഫറ്റിക്കൽ വേർഡ് എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? ഈ പ്രവചന ശബ്ദം എത്ര പേർ ഇന്ന് പകൽ ഏറ്റെടുക്കാൻ തയ്യാറാണ്? യേശുവിന്റെ നാമത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിറവ്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു കവിഞ്ഞൊഴുക്ക്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു നിറവ്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഫുൾനെസ്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സൂപ്പർ നാച്ചുറൽ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫ്ലറിഷിംഗ് അവസ്ഥയിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഓ തലേ ദിവസം വന്നതുപോലല്ല, അന്ന് പകൽ പത്രോസിന്റെ പടക് കരയോട് ചേർന്നത് ഇന്നലകളിൽ ശൂന്യമായി വന്നു എങ്കിൽ ഇന്നിതാ കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിൽ, നിറഞ്ഞ് കവിഞ്ഞൊരുങ്ങുന്ന അവസ്ഥയിൽ കരയിലേക്ക് ചേർന്നതുപോലെ
പരിശുദ്ധത പറയുന്നു 2020 നീ കണ്ട നന്മകളല്ല 21 പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കൊറോണ നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം യേശുവാണ്. കോവിഡ് നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം യേശുവാണ്. അവനുണ്ടോ, അവൻ പടകിലുണ്ടോ, അവൻ ജീവിതത്തിലുണ്ടോ, അവൻ നിന്റെ ഭവനത്തിലുണ്ടോ, അവൻ നിന്റെ ഒപ്പമുണ്ടോ, അവൻ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പ്രത്യാശയുടെ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ you can expect great things the coming days. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് ഈ ദിവസങ്ങളിൽ വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം, വൻ കൊയ്ത്തുകൾ പ്രതീക്ഷിക്കാം, വലിയ വിടുതൽ പ്രതീക്ഷിക്കാം, വലിയ സൗഖ്യം പ്രതീക്ഷിക്കാം, വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാം. Hallelujah, hallelujah, Hallelujah. ചേർന്നൊരിക്കൽ കൂടെ. Hallelujah. Oh, Hallelujah. get ready. പരിശുദ്ധത പറയുന്നു, തയ്യാറായിക്കൂ. Hallelujah. വലകൾ ഇറക്കം തയ്യാറായിക്കൂ. കൊയ്ത്തിനു വേണ്ടി തയ്യാറായിക്കൂ. ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ ഈ മെയ് മാസത്തിൽ നീ കാണാൻ പോവുകയാണ്. Month of supernatural provisions. ഏറ്റെടുത്തോ. Supernatural provision. അസാധാരണമായി ദൈവത്തിന്റെ കരുതൽ നീ കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ നിറവ് നീ അനുഭവിക്കാൻ പോവുക. ഏറ്റെടുത്തോ. Come on, come on, come on, come on, come on, come on, come on. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജനം ഈ മാസം ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് കാണാൻ പോകുന്നു. ഇന്നുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠമായ, ഉന്നതമായ, അസാധാരണമായ ദൈവത്തിന്റെ കരുതലുകൾ, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് ഓഫ് ഗോഡ് അങ്ങയുടെ മക്കൾ ഈ മാസം അനുഭവിക്കുമല്ലോ. അതിനായിട്ട് നന്ദി. ഇന്നുവരെ അവർ കണ്ടിട്ടില്ലാത്ത പ്രൊവിഷൻസ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ ചിന്തിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? ഈ മാസം അവസാനിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയതും കരുതിയതായ കാര്യങ്ങൾ കണ്ട് നീ അത്ഭുതപ്പെടുവന്നേ. നീ അത്ഭുതപ്പെടും, നീ ഞെട്ടും. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിയിട്ട് പറയും, എങ്ങനെ ഈ നന്മകൾ എന്റെ കയ്യിലെത്തി? എങ്ങനെ? How did it come? എങ്ങനെ ഇത് സംഭവിച്ചു? മറ്റൊന്നുമല്ല, You are in his kingdom. നീ അവന്റെ രാജ്യത്തിനകത്ത്. അതുകൊണ്ട് ജനത്തെ ഞാൻ ഒരിക്കൽ കൂടെ ബ്ലസ് ചെയ്യുന്നു. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് ഈ മാസം ഉണ്ടാകട്ടെ. ജീസസ് നെയിം. രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ പോയി. രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെക്കുക. ഒന്നിലധികം അസ്വസ്ഥമുള്ളവർ നെഞ്ചത്ത് കൈവച്ചാട്ട്, അല്ലെങ്കിൽ ശിരസിൽ കൈവച്ചാട്ട്. അത്ഭുത സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. Come on, receive God's healing. ദൈവത്തിന്റെ സൗഖ്യം ഏറ്റെടുത്താട്ട്, ദൈവത്തിന്റെ സൗഖ്യം ഏറ്റെടുത്താട്ട്, ദൈവത്തിന്റെ സൗഖ്യം ഏറ്റെടുത്താട്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. എല്ലാ രോഗങ്ങളെ ഞാൻ ശാസിക്കുന്നു. Be healed in Jesus' mighty name. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ചെയ്യാൻ പറ്റാത്തതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. കൈകൾ ഉയർത്താൻ പറ്റുന്ന കൈ ഉയർത്തിക്ക്. നടക്കാൻ പറ്റാത്തവർ നടന്നു നോക്ക്. മുട്ടുകൾ മടക്കാൻ പറ്റാത്തവർ കാലുകൾ മടക്കി നോക്ക്. കമോൺ കമോൺ, ടെസ്റ്റ് യുവർ സെൽഫ് റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ ശരീരത്തിൽ നോക്കിക്കേ. സൗഖ്യമായിട്ടുണ്ട്, സൗഖ്യമായിട്ടുണ്ട്. ഇപ്പോൾ നീ ഒന്നും കണ്ടില്ലെങ്കിലും ഭാരപ്പെടണ്ട, വിശ്വസിക്കുക. കർത്താവ് നിന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അടുത്ത നിമിഷം നീ അതറിയാം. ഗോഡ് ബ്ലസ് യു. എനിക്ക് ഒത്തിരി സന്തോഷം. ഞായറാഴ്ച പകൽ
ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ലൈവിൽ വരും. നിങ്ങൾ ഈ പ്രോഗ്രാം കാണണം, ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ പറയണം. ഇതിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. God bless you. Have a great and wonderful Sunday.